ഹലോ, എംബ്രോയ്ഡറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഡൗട്ടാണ് ഈ പാറ്റേൺസ് എങ്ങനെയാണ് വരച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ക്ലോത്തിലോട്ട് പാറ്റേൺസ് എങ്ങനെയാണ് ട്രേസ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വരക്കാൻ ഒട്ടും അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഈ രണ്ട് ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പാറ്റേൺസ് ഒക്കെ വരച്ചെടുക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ സർക്കിൾ സ്കെയിലാണ്, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഈ ഒരു 8 എറൈസബിൾ പെന്നാണ്. ഇത് 4 ഷെയ്ഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കാം, അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പാറ്റേൺസ് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സർക്കിൾ സ്കെയിലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ബേസ് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഡിഫറെൻറ്റ് സൈസിലാണ് ഫ്ലവേഴ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നമുക്ക് ഏത് സൈസിലാണോ ഫ്ലവർ വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് അതിൻ്റെ ബേസ് ഇതിൽ നിന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒട്ടും വരക്കാൻ അറിയാത്തവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് കേട്ടോ. ബിഗിനേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വരക്കാൻ അധികം അറിയാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ ഈ ഒരു സ്കെയിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഏത് സൈസിലാണോ ഫ്ലവേഴ്സ് വേണ്ടത് ആ ഒരു സൈസിൽ നമുക്ക് അതിൻ്റെ ബേസ് വരച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫ്ലവേഴ്സിൻ്റെ ബേസ് വരച്ച് കഴിഞ്ഞാൽ അതിനിടയിലായിട്ട് കുറച്ച് ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് വരക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ചെറിയ മക്കൾക്ക് പോലും അറിയാവുന്നതാണ് ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുറച്ച് ലീഫ് അവിടെ ഇവിടെ ആയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ വരച്ച പാറ്റേൺ ശരിയായില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഹീറ്റ് ചെയ്തിട്ട് എറേസ് ചെയ്ത് കളയാനും കൂടി പറ്റും. അങ്ങനെ വരക്കുക മായ്ക്കുക എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ റെഡിയായി വരുന്നത് അത്രയും നേരം നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ എന്തായാലും എൻ്റെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ബൈ.